ഹലോ എവരിവൺ. അപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ ഉള്ളത് ഐശ്വര്യയാണ്. അപ്പൊ നമുക്ക് ഐശ്വര്യയോട് ഒന്ന് ചോദിച്ചു നോക്കാം അല്ലെ, എന്താണ് ഇപ്പോ ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ നമുക്കൊന്ന് ഐശ്വര്യയോട് ചോദിച്ചു നോക്കാം. അപ്പൊ ഐശ്വര്യ കോഴിക്കോട് നിന്നാണ് വരുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? അപ്പൊ ഐശ്വര്യയും ഞാനും ഒരേ ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ മാരിഗോൾഡ് ഹോസ്റ്റലിലായിരുന്നു ഐശ്വര്യ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ തൊട്ടേ ഞാൻ ഐശ്വര്യനെ കണ്ടിട്ടൊക്കെ ഉണ്ട്. എപ്പോഴും നന്നായിട്ടിരുന്ന് വർക്ക് ചെയ്യുന്ന, നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, പാവം കുട്ടിയായിരുന്നു. അപ്പോ ഫസ്റ്റ് ബ്രില്യന്റ് വന്നപ്പോ ഐശ്വര്യ ഈ ഒരു മൊമെന്റ് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒന്നും കോച്ചിങ് ഒന്നും ഇല്ലാണ്ടാണ് +1 +2 പഠിച്ചത്. അപ്പം എൻ്റെ മാക്സിമം ചെയ്യണമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. പക്ഷെ ഇവിടെ വന്ന് ഇവിടുത്തെ സപ്പോർട്ട് കൊണ്ട് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലത് തന്നെ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പൊ ഇപ്പൊ എന്താ ഫീൽ ചെയ്യുന്നത്? ഈ ഒരു വിക്ടറി ഡേക്ക് ഇതേ നമ്മുടെ മെഡലൊക്കെ കിട്ടി, നല്ല നമ്മുടെ മെയിൻസിനാണെങ്കിലും അഡ്വാൻസ്ഡ് ആണെങ്കിലും കീമിനാണെങ്കിലും എല്ലാം നല്ലൊരു റിസൾട്ടാണ് ഐശ്വര്യക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ എന്താ ഫീൽ ചെയ്യുന്നത് മൊത്തത്തില്? വളരെ സന്തോഷം. കാരണം IIT ഡൽഹിയിൽ ഇപ്പം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അലോട്ട്മെന്റ് കിട്ടി. അപ്പം അത്രയും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പറ്റിയത് ബ്രില്യൻ്റ് ഫാമിലിയുടെ സപ്പോർട്ട് തന്നെയാണ്. യെസ്. അപ്പൊ ഇത് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. IIT ഡൽഹിയിലാണ് നമ്മുടെ ഐശ്വര്യക്ക് അഡ്മിഷൻ ഒക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഐശ്വര്യയുടെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അതുപോലെ തന്നെ ചേച്ചി അനിയത്തി ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ എല്ലാവരുടെ മുഖത്തും ആ ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇവരോട് ഓരോരുത്തരോടും ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് നമ്മളുടെ ഐശ്വര്യയുടെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചു നോക്കാം. അമ്മയ്ക്ക് എന്താണ് തോന്നുന്നത്? എന്താ പറയാ, ഞാൻ അത്രയും വലിയൊരു സന്തോഷത്തിലാണ്. അവളെ ചെറുപ്പം മുതലേ നന്നായി പഠിക്കും, എല്ലാതും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഒരു എക്സ്ട്രാ സന്തോഷമാണ്. പറയാൻ എന്താ വാക്കുകളില്ല. എന്താ ചെയ്യുന്നത് അമ്മ? എന്താ ചെയ്യുന്നത്? ഞാൻ അധ്യാപികയായിരുന്നു. ഇപ്പൊ മക്കളും 3 പേരും നന്നായി പഠിക്കും. അപ്പൊ അവർക്ക് എന്റെ ജോലി ഞാൻ വേണ്ടാന്ന് വെച്ചു, അവരെ മാത്രം കെയർ ചെയ്ത്. അതിന്റെ റിസൾട്ട് മക്കൾ ഓരോരുത്തരും തരുന്നോണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ നമുക്ക് അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കാം അല്ലെ. നല്ല സന്തോഷമുണ്ട്. കാരണം നമ്മള് പ്രതീക്ഷിക്കാത്ത സംഘടന ഇപ്പത്തെ ഞങ്ങളുടെ സാഹചര്യം അനുസരിച്ചിട്ട് ഈ ലെവലിലൊക്കെ പഠിച്ചു വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് മോള്. പക്ഷെ ബ്രില്യന്റിന് ഭയങ്കരമായുള്ള സഹായം കൊണ്ടാണ്. കാരണം അവര് ഫീസ് അടക്കം വേണ്ട എന്നുള്ള ലെവലിൽ സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് എനിക്ക് ഇവിടെ പഠിപ്പിക്കാൻ പറ്റിയത്. അപ്പോൾ അതിനുകൊണ്ട് പഠിച്ചു. അത് മോള് നന്നാക്കി അത് കെയർ ചെയ്തു. സോ വളരെ സന്തോഷം. കാരണം ഇപ്പം ഡൽഹി IIT കിട്ടിയപ്പം നമ്മൾ എന്താ പറയുക, സ്വപ്നത്തിന് നമ്മളിപ്പോൾ ആൾക്ക് കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലെത്തി. അത് ബ്രില്യന്റിന്റെ കഴിവ് തന്നെ. ടീച്ചേഴ്സ് ആയാലും എല്ലാവരും നല്ല. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ അവള് പറയാറുണ്ട് ഒരു ഫാമിലി മാതിരിയാണ്, എല്ലാം അത്ര കെയർ ചെയ്തുകൊണ്ട് നോക്കി. വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഒരു ഭയമില്ലായിരുന്നു. ഇനിയിപ്പോൾ ഡൽഹിയിൽ പോകുമ്പോൾ എന്താ സ്ഥിതി എന്ന് അറിയില്ല. ഓക്കെ, ഒരുപാട് കടപ്പാടുണ്ട് ബ്രില്യന്റിനോട്. അതെ, നമ്മളുടെ ഐശ്വര്യയുടെ ചേച്ചിയും അനിയത്തിയും നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ അവരെന്താ ചെയ്യുന്നതെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്, 3rd ഇയർ ആണ്. ഓക്കെ. അനിയത്തി എന്താ ചെയ്യുന്നേ? ഞാനിപ്പോൾ 10th. ഓക്കെ. ബ്രില്യന്റ് ഫാമിലിയുമായിട്ട് ഇതേപോലെ തന്നെ ജോയിൻ ചെയ്ത് പോകാനാണോ അനിയത്തി ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ ബ്രില്യന്റ് BTCയിൽ ചേർന്നിട്ടുണ്ട്, 10th സ്റ്റേറ്റിൽ. ഓക്കെ. അപ്പൊ BTC എന്ന് പറയുന്നത് നമ്മുടെ ബ്രില്യന്റ് ട്യൂഷൻ ക്ലാസ്സുകളാണ്. അപ്പൊ ബ്രില്യന്റ് ട്യൂഷൻ ക്ലാസ്സസ് 6 to 10 നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഐശ്വര്യയുടെ അനിയത്തിയും നമ്മളുടെ ബ്രില്യന്റ് ഫാമിലിയുടെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള ആള് തന്നെയാണ്. സോ അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളൊക്കെ അവിടെ ക്ലാസ് എടുക്കുന്ന ആൾക്കാരാണ്, നമ്മളെയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. ബ്രില്യന്റിന്റെ ഏറ്റവും വലിയൊരു ഫുൾ സ്കോളർഷിപ്പ് മക്കൾക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഞങ്ങളെ പോലുള്ളവർക്ക് മക്കളെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു അവസരം ഞങ്ങൾക്ക് തരുന്നത്. അതാണ് ഏറ്റവും വലിയ ഒരു ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്. പിന്നെ നമ്മളിങ്ങനെ ബ്രില്യന്റില് ഐശ്വര്യക്ക് ഏറ്റവും നല്ല ഇൻസ്പയറിംഗ് ആയി മോട്ടിവേറ്റിംഗ് ആയത് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? ഇവിടുത്തെ റെഫറൻസ് ഫെസിലിറ്റിയാണ്. കാരണം ഡെയിലി ഞാൻ റെഫറൻസിന് പോകും, രാവിലെ തന്നെ പോകും. വൈകുന്നേരം വരെ 6 മണി വരെ റെഫറൻസിന് ഇരിക്കാറുണ്ട്. അവിടെ എപ്പോഴും ഫുൾ ടൈം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഫാക്കൽറ്റീസ് ഉണ്ടാവും. ഫിസിക്സിന് കിഷോർ സാറുണ്ട്, മാത്സിന് റാവു സാറ്, കെമിസ്ട്രിക്ക് ലാൽ സാറ്. ഫുൾ സപ്പോർട്ടാണ് എല്ലാവരും. ബിനോയ് സാറും ബിനിൽ സാറും എൻ്റെ ക്ലാസ് ടീച്ചർ ദീപു സാറും ഹോസ്റ്റലിലെ അഞ്ജന മിസ്സും എല്ലാവരും എടുത്തു പറയുന്ന വേണം എനിക്ക്. അത്രയ്ക്കും ഹെൽപ്ഫുൾ ആയിരുന്നു അവരെല്ലാം. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ലേണിംഗ് ആപ്പും അതുപോലെ തന്നെ ലൈബ്രറി, അതൊക്കെ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു? ലൈബ്രറിയിൽ നിന്ന് ഞാൻ കുറേ ബുക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ബുക്സ് എടുത്താലും കുറച്ച് ബുക്സ് നന്നായിട്ട് പഠിക്കാൻ പറ്റി. പിന്നെ ലേണിംഗ് ആപ്പിൽ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. പിന്നെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ കോഴ്സസിനെ പറ്റി അറിയാനൊക്കെ പറ്റി. അങ്ങനെ ക്ലാസ്സസ് ആപ്പായാലും എല്ലാം നല്ല യൂസ്ഫുൾ. ലേണിംഗ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ പ്രീവിയസ് ഇയർ ഒക്കെ ചെയ്യുമായിരുന്നു. ഓക്കെ. അപ്പൊ അതൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു എന്തായാലും ഈ ഒരു എക്സാമുകളൊക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്റെ റൂംമേറ്റ് തന്നെയാണ് ഇപ്പം IIT ഡൽഹിയിൽ തന്നെ കിട്ടി. ഇരട്ടി മുതലാണ് വീണ്ടും നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ കൂടെ റൂംമേറ്റ് തന്നെ ഇതേ ഫ്രണ്ട് ആയിട്ട് വീണ്ടും IIT ഡൽഹിയിൽ നമ്മളുടെ ഐശ്വര്യയുടെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ പല സന്തോഷം എന്ത് വേണം അല്ലേ?
ഓക്കെ, അപ്പൊ അതേ നമ്മളുടെ ഐശ്വര്യ കുട്ടി എന്തായാലും നല്ലൊരു അടിപൊളി ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ബ്രില്യൻ ഫാമിലി എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.